ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. PSC പരീക്ഷയും റാങ്ക് ലിസ്റ്റും പ്രഹസനമായി മാറിയെന്ന് LP സ്കൂൾ ടീച്ചേഴ്സ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് നിയമനം നടത്തണമെന്നാവശ്യപ്പെട്ട് LPST റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ DDE ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. റാങ്ക് ലിസ്റ്റിൽ 10-ൽ താഴെ ഇടം പിടിച്ചിട്ടും നിയമനം ലഭിക്കാത്തത് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രതികാര നടപടിയാണെന്നും റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആരോപിച്ചു. ഒരു നിയമനം ലഭിക്കാത്ത ദുരവസ്ഥ, അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം, ഒരു ദുരവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഇത്രയും കഷ്ടപ്പെട്ടതും ഇത്രയും എഫേർട്ട് എടുത്തതും എന്തിന് എന്ന ചോദ്യം തന്നെയാണ് ഇപ്പൊ ബാക്കിയാവുന്നത്. പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങളൊക്കെ ഭാവിയിൽ കുട്ടികളെ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവരേണ്ട അധ്യാപകരാണ്. ആ അധ്യാപന ജോലിയോട് അത്രയും ആത്മാർത്ഥതയോടെ വർക്ക് ചെയ്യാൻ വേണ്ടി അത് ഒരു പാഷനായി ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് ഇന്നും ഈ PSCയുടെ പിന്നാലെ നടക്കുന്നത്. എന്റെ തുടർച്ചയായ 2ാമത്തെ ലിസ്റ്റാണ്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലും ഞാൻ മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു. ഇപ്രാവശ്യം 64ാമത്തെ റാങ്കായി വന്നു. അപ്പോൾ ആ ഒരു 64ാമത്തെ റാങ്ക് കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കുക ഫസ്റ്റത്തെ അക്കാഡമിക് ഇയറിൽ തന്നെ നമുക്ക് ജോലി കിട്ടുമെന്നാണ് വിചാരിക്കുക. പക്ഷെ അത് നടക്കില്ല എന്ന് ഇപ്പൊ എനിക്ക് ഈ ഒരു അക്കാഡമിക് ഇയറിൽ എന്തായാലും നടക്കില്ല എന്നുള്ള ഇപ്പൊ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. റാങ്ക് ലിസ്റ്റ് വന്ന് 9 മാസമായിട്ടേ ഉള്ളൂ എങ്കിൽ പോലും നമ്മുടെ ഒരു അക്കാഡമിക് ഇയർ ആണ്, ഒരു വർഷമാണ് കഴിഞ്ഞു പോയത്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർക്ക് പോലും നിയമനം ലഭിക്കാത്ത സ്ഥിതിയാണ്. നിയമനം നടത്താതെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീർക്കുന്നതിലാണ് വിദ്യാഭ്യാസ വകുപ്പിന് താൽപര്യം. ഒഴിവുകൾ മുൻകൂട്ടി അറിയാനുള്ള സാങ്കേതിക വശങ്ങളുണ്ടെങ്കിലും അത് നടപ്പിലാക്കാതെ റാങ്ക് ഹോൾഡേഴ്സിനോട് പ്രതികാരത്തോടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് പെരുമാറുന്നത്. നിയമന കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നതും വാസ്തവ വിരുദ്ധമാണ്. പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയവരെ അവഹേളിക്കുന്ന സമീപനം വിദ്യാഭ്യാസ വകുപ്പ് മാറ്റണമെന്നും റാങ്ക് ഹോൾഡേഴ്സ് ആവശ്യപ്പെട്ടു. ധർണാ സമരത്തിന് ജിജി, ലക്ഷ്മി, ലിനി, ശ്രാവൺ എന്നിവർ നേതൃത്വം നൽകി. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.